പോക്സോ കേസിലെ വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ, SHO പി ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് നടപടി. ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് പ്രതിയായ പോക്സോ കേസിലെ വീഴ്ചയിലാണ് നടപടി. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, വക്കീൽ പ്രതിയായ കേസിൽ പോലീസ് ഒത്തുകളിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസിന് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് എന്ത് വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ? വിവരങ്ങൾ. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 16-നാണ് ആറന്മുള സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിജീവിയുടെ മാതാപിതാക്കളുടെ വിവാഹ മോചന കേസ് വാദിക്കാനെത്തിയ അഭിഭാഷകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിയിൽ ഈ ഇവരുടെ ഭർത്താവിന്റെ സഹോദരിയും കേസിലെ പ്രതിയാണ്. ഈ ഭർത്താവ് വിദേശത്തിനായതിനാൽ തന്നെ ഈ സഹോദരിക്കാണ് കേസ് നടത്തിപ്പാൻ ഒരു ചുമതലയൊക്കെ നൽകിയിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പീഡനം നടന്നത്. ഈ വിഷയത്തിലാണ് വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കോന്നി ഡിവൈഎസ്പിക്കും അതുപോലെ തന്നെ കോന്നി CIക്കും എതിരെ, SHOക്കും എതിരെയാണ് നിലവിൽ നടപടി. കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറിനെതിരെയും കോന്നി CI ശ്രീജിത്തിന് എന്നിവരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇല്ലെങ്കിൽ ആ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റ് പ്ലീഡറായിരുന്നു നൌഷാദ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയായ അഭിഭാഷകൻ. ഇയാളുടെ സ്വാധീനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് നിലവിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട SPയുടെ ഉൾപ്പെടെ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരി കൂടി കേസിലെ പ്രതിയാണ്. ഇവരെ ഈയിടെ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അന്വേഷണത്തിലെ വീഴ്ച, പോക്സോ കേസ് അന്വേഷണത്തിലെ വീഴ്ച, ബന്ധുവിന്റെ സഹായത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ വക്കീലിന് ഒത്താശ ചെയ്ത പോലീസുകാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. വക്കീലും പോലീസും ഒത്തുകളിച്ചാലും നിയമം അത് നടപ്പിലാകും എന്നതിന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.